ಶ್ರೀನಿವಾಸ ಗೋವಿಂದ ಶ್ರೀ ವೆಂಕಟೇಶ ಗೋವಿಂದ ಭಕ್ತವತ್ಸಲ ಗೋವಿಂದ ಭಾಗವತ ಪ್ರಿಯ ಗೋವಿಂದ ಗೋವಿಂದ ಹರಿ ಗೋವಿಂದ ಗೋಕುಲ ನಂದನ ಗೋವಿಂದ ಗೋವಿಂದ ಹರಿ ಗೋವಿಂದ ಗೋಕುಲ ನಂದನ ಗೋವಿಂದ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിക്സ് ആൻഡ് മാജിക്. ഏവർക്കും മിക്സ് ആൻഡ് മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര തിരുമലയിൽ വാഴുന്ന ശ്രീ വെങ്കടേശ്വര സ്വാമിയുടെ പുണ്യദർശനത്തിന് വേണ്ടിയിട്ടാണ്. കേരളത്തിൽ നിന്നും റോഡ് മാർഗവും ട്രെയിൻ മാർഗവും നമുക്ക് തിരുപ്പതിയിൽ എത്തിച്ചേരാവുന്നതാണ്. ശരിക്കും തിരുപ്പതിയിലല്ല, തിരുമലയിലാണ് ശ്രീ വെങ്കടേശ്വര സ്വാമി കുടികൊള്ളുന്നത്. കേരളത്തിൽ നിന്നും പാലക്കാട്, ഈറോഡ്, സേലം വഴിയാണ് ട്രെയിൻ മാർഗമോ റോഡ് മാർഗമോ നമുക്ക് തിരുപ്പതിയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത്. തിരുപ്പതി ടൗണിൽ നമ്മൾ എത്തിച്ചേർന്നാൽ തിരുമല കയറി ഭഗവാന്റെ ദർശനത്തിന് പോകുന്നതിന് വേണ്ടി നമുക്ക് 2 മാർഗങ്ങളാണുള്ളത്. അവ തിരുപ്പതിയിൽ നിന്നും വാഹനമാർഗം, അതായത് തിരുമല ബസ് സർവീസ്. ഓരോ 2 മിനിറ്റ് ഇടവിട്ടും തിരുമലയിലേക്ക് ബസ്സുണ്ട്. മലയോര പാതകളിലൂടെ ഏകദേശം 25 കിലോമീറ്ററാണ് നമ്മൾ ഇതിനായി സഞ്ചരിക്കേണ്ടി വരുന്നത്. വളരെ മനോഹരമായൊരു യാത്രയാണിത്. ഇനി രണ്ടാമത്തെ മാർഗം കാൽനടയാണ്. കാനനപാതയിലൂടെയുള്ള കാൽനടയാത്ര. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആ സാഹസികമായ കാനനയാത്രയാണ്. ദിവ്യദർശനം എന്നാണ് കാൽനടയായി ഭഗവാനെ ദർശനം നടത്തുന്നതിന് പറയുന്നത്. ഇതിനായി നമുക്ക് അനുവദനീയമായ 2 പാതകളാണ് ഉള്ളത്. ഒന്ന്, അലിപ്പിരിയിൽ നിന്ന് തുടങ്ങുന്ന ഏകദേശം 8 കിലോമീറ്ററോളം നീളുന്ന 3550 പടികളുള്ള ഒരു പാത. ഏകദേശം 3 മുതൽ 5 മണിക്കൂർ വരെ എടുക്കും നമുക്ക് ഈ പാത പൂർത്തിയാക്കുന്നതിന്. വെളുപ്പിനെ 4 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഇതുവഴിയുള്ള യാത്ര അനുവദിച്ചിരിക്കുന്നത്. ഇനി അടുത്ത മാർഗം, അത് ശ്രീവാരിമെട്ടിൽ നിന്ന് തുടങ്ങുന്ന വഴിയാണ്. സന്നിധിയിൽ എത്താൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം ഇത് തന്നെയാണ്. അതായത് ഏകദേശം 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ദൂരം. അതായത് 2388 പടികൾ മാത്രമാണ് ഈ പാതയിലുള്ളത്. പക്ഷേ ദിവസവും ഏകദേശം 5000 ടോക്കൺ മാത്രമേ ഈ റൂട്ടിൽ അനുവദിക്കുകയുള്ളൂ. 12 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ടോക്കൺ എടുക്കേണ്ട ആവശ്യമില്ല. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ മാത്രമേ ഇതുവഴി പോകാൻ അനുവാദമുള്ളൂ. അപ്പോൾ പിന്നെ ടോക്കൺ എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ഒരു മാരത്തോൺ ഓട്ടം ഓടിക്കഴിഞ്ഞാണ് നമുക്ക് ടോക്കൺ കിട്ടിയത്. 6 മണിക്ക് ടോക്കൺ കിട്ടി. ദർശന സമയം 1 മണി. ഏകദേശം 9 മണിയോടുകൂടി നമ്മൾ പടിക്കെട്ടുകളെല്ലാം പൂർത്തിയാക്കി മുകളിലെത്തി. ദർശനത്തിനായി 4 മണിക്കൂർ ഇനിയും അവശേഷിക്കുന്നതിനാൽ നമ്മൾ ചെറിയൊരു ടാക്സി വിളിച്ച് അവിടെയൊക്കെ ഒന്ന് കറങ്ങി കാണാമെന്ന് വിചാരിച്ച്. ആദ്യം നമ്മൾ പോയത് തിരുമല വെഡ്ഡിംഗ് ഹാളിലേക്കാണ്, അതായത് TTD കല്യാൺ വേദിക. പിന്നീടുള്ള നമ്മുടെ യാത്ര പാപവിനാശം ഡാമിൻ്റെ തീരത്തുകൂടെയായിരുന്നു. ഏകദേശം 5ഓളം ഡാമുകളുണ്ട് ഈ തിരുമലയിൽ. നമ്മളിപ്പോൾ കാണുന്നത് പാപവിനാശമാണ്. ഇത്
ആകാശഗംഗയിലേക്കുള്ള മാർഗമാണ്. ആകാശഗംഗയിൽ ഗംഗാദേവിയാണ് പ്രതിഷ്ഠ. ഏകദേശം 12 മണിയോടുകൂടി നമ്മൾ തിരിച്ച് കൗണ്ടർ ഗേറ്റിന് മുന്നിലെത്തി. ഇനി ഇവിടുന്ന് 1 മണിക്കാണ് നമ്മുടെ പ്രവേശനം. നമ്മളെപ്പോലെ തന്നെ 1 മണിക്ക് ദർശനം ലഭിച്ച ഭക്തരാണ് ഈ കാണുന്നതൊക്കെയും. തിരുപ്പതിയിൽ ദിവസേന ഏകദേശം 1,00,000-ൽ പരം ഭക്തർ ദർശനം കഴിഞ്ഞ് മടങ്ങിപ്പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തിരുപ്പതി യാത്ര കുറച്ച് പ്ലാൻ ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ എപ്പോൾ പെട്ടു എന്ന് ചോദിച്ചാൽ മതി. സാധാരണ 1 മാസം മുന്നേയൊക്കെ ബുക്ക് ചെയ്താണ് ഭക്തർ ഇവിടെ പൊതുവെ എത്താറുള്ളത്. ഇല്ല എങ്കിൽ കാനനപാത തിരഞ്ഞെടുക്കണം. കാനനപാതയിൽ നമുക്ക് ഡയറക്റ്റ് ദർശനം ഉറപ്പാണ്. പക്ഷേ അതും ഒരു വലിയ കടമ്പയാണ്. ഏകദേശം 3:30-4 മണിയോടുകൂടി ദർശനം പൂർത്തിയാക്കി നമ്മൾ പുറത്തിറങ്ങി. ഇനി പോകേണ്ടത് പ്രസാദം കൗണ്ടറിലോട്ടാണ്. തിരുപ്പതിയിലെ പ്രസാദം ലഡുവാണ്. ഒരു കൂപ്പണിന്, അതായത് ഒരു പാസിന് 1 ലഡു ഫ്രീ ആയിട്ടുണ്ട്. ഇതാണ് പ്രസാദം കൗണ്ടറിലേക്കുള്ള ക്യൂവ്. പ്രസാദം കൗണ്ടറിലും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഏകദേശം 1.5-2 മണിക്കൂറോളം നിന്നതിന് ശേഷമാണ് നമുക്ക് പ്രസാദം കിട്ടിയത്. എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ എത്രയൊക്കെ ബുദ്ധിമുട്ടിയാലും, എത്രയോ നേരം ക്യൂവിൽ നിന്ന്, എത്രയോ നേരം വെയിറ്റ് ചെയ്ത്, അത്രയും കഷ്ടപ്പെട്ടാണ് നമുക്ക് ആ ദർശനം കിട്ടുന്നത്. പക്ഷേ ദർശനം കിട്ടിക്കഴിയുമ്പോൾ അതൊരു പോസിറ്റിവിറ്റിയാണ് കേട്ടോ. അതൊരു പറയാനറിയില്ല. അതൊരു സുഖമാണ്, ഒരു സന്തോഷമാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും കാണുന്നത് വരെ ബൈ.